ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കിങ് റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബർഫിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിതിനായിട്ട് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നെയ്യോ ബട്ടറോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ബ്രെഡിൻ്റെ ബർഫി തയ്യാറാക്കിയെടുക്കാനായിട്ട് 15 മിനിറ്റ് മതി കേട്ടോ. ഇത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 വശം ഒന്ന് മുറിച്ച് മാറ്റണം. ഈ ബ്രൗൺ കളറിലുള്ള വശങ്ങൾ ഒന്ന് മുറിച്ച് മാറ്റണം കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രെഡിൻ്റെ 4 വശത്തുള്ള ബ്രൗൺ കളറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിച്ച ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ബ്രൗൺ കളറുള്ള വശമൊക്കെ അരിഞ്ഞ് മാറ്റിയില്ലായിരുന്നു, ആ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിപ്പോൾ ബ്രെഡിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ബ്രെഡ് പൊടിച്ചതിൻ്റെ അകത്തേക്ക് ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പിൻ്റെ അടുത്ത് ഡെസിക്കനേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണത് പാൽപ്പൊടിയാണ്. 1 കപ്പിൻ്റെ അടുത്ത് പാൽപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കണേ. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ. നമ്മളിത് കുഴക്കണതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് പതുക്കെ കുഴച്ച് കൊടുക്കാം. നമ്മൾ കുഴച്ച് ലാസ്റ്റ് ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു തവി ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്തതിന് ശേഷം മുറിക്കുന്ന സമയത്ത് നല്ല കഷ്ണങ്ങൾ പാകത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മുറിക്കുന്ന സമയത്ത് പൊട്ടി പോകാനായിട്ട് സാധ്യതയുണ്ട്.
ഇതിപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം ബദാമും അതുപോലെ തന്നെ പിസ്തയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടി. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാഷ്യോ എന്താ നട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ശേഷം പതുക്കനെ നമ്മുടെ തവി ഉപയോഗിച്ച് പതുക്കനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അതിന് നമ്മുടെ ബർഫി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുറിക്കുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ഷേപ്പിന് നമ്മുടെ ബർഫി മുറിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് അധികം സമയവും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ വായിൽ വെച്ചാൽ തന്നെ അലിന്ന് പോകുന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി കാണാം, അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓളൊന്നൊരു ഓപ്ഷൻ കൂടി വരും, അതിൻ്റെ അകത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും.